ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിത്തിരി മഴ തോർച്ചയുള്ളൊരു ദിവസമാണ്. പക്ഷേ തലേന്നത്തെ മഴയുടെ ചെറിയ അവശേഷിപ്പുണ്ട്. ഇതിപ്പോൾ സമയം 6:30 കഴിഞ്ഞു കേട്ടോ. അപ്പം സൂര്യനൊക്കെ പതിയെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അമ്മച്ചി രാവിലെ തന്നെ അടുക്കളയിൽ കാപ്പിക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റിക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതായത് തലേന്ന് നമ്മൾ റവ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് ഉപ്പുമാവ്. ആദ്യമൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഉപ്പുമാവിനോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു, കാരണം അത് കട്ട പിടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അമ്മച്ചി ഉണ്ടാക്കുമ്പം കട്ട പിടിക്കാറില്ല, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം അനിയൻ്റെ അംഗൻവാടിയിൽ നിന്ന് കിട്ടണ ഉപ്പുമാവ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, വേറൊരു രുചിയാണ് അതിന്. ഉമ്മാക്ക് എവിടെ നിന്നോ കിട്ടിക്കുക, അത് അമ്മച്ചി എൻ്റെ തന്നപ്പോൾ ഞാൻ അതിനെ എറുത്ത് കൊടുത്തു. പിന്നെ അമ്മച്ചി അതിനെ ചതച്ച് വൃത്തിയാക്കി തോരനാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലാക്കി. കൂടെ ഞങ്ങൾ കാപ്പിയും കുടിച്ചു. ചുണ്ടയ്ക്ക വെന്ത് വന്നപ്പോൾ പിന്നെ അമ്മച്ചി അരപ്പൂ ഇട്ട് അതങ്ങ് അടച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ അമ്മച്ചി ചക്കക്കറിക്ക് വേണ്ടിയിട്ട് കുക്കറിൽ ചക്ക ഇട്ട് വേവിക്കാൻ വെച്ചിരുന്നു. അത് വെന്ത് വന്നപ്പോൾ പിന്നെ അതിന് വേണ്ട അരപ്പൊക്കെ ഇട്ട് അമ്മച്ചി മിക്സ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മീൻകറി അടുപ്പിലാക്കി. അങ്ങനെ ഉച്ചക്കത്തേക്ക് വേണ്ട പരിപാടികൾ ഇങ്ങനെ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ഇങ്ങനെ പടിപടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അനുസരിച്ച് ടൈമും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് പുറത്തൊരാവശ്യത്തിന് പോകണമായിരുന്നു. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ റെഡിയായതും ഇറങ്ങിയതും. ഇന്ന് രാവിലെ മുതൽ അങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മഴയൊക്കെ തോന്നി നിൽക്കുന്ന നേരമായിരുന്നു. അപ്പോൾ തുണിയൊക്കെ കഴുകിയൊക്കെ ഇടാനുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യമൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ഞങ്ങൾ നിന്നില്ല. പിന്നെ ഞങ്ങൾ താഴെ വന്ന് നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു. കാടും മലയും കടന്ന് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. ഈ യാത്രക്കിടയിൽ ഞങ്ങൾ ചെറുതായിട്ട് ബസ്സൊക്കെ മാറി കയറിയായിരുന്നു കേട്ടോ. കാണിക്കാൻ വിട്ടുപോയതാണ്, അല്ല വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പെട്ടെന്ന് ജംഗ്ഷൻ എത്തി അടുത്ത ബസ് കയറാൻ നേരം അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പോവേണ്ട സ്ഥലത്തെത്തി. ഇനി ഇവിടുന്ന് ബസ് ഇറങ്ങണം, കുറച്ച് നടക്കണം. ബസ്സുകൾ കയറാത്തത് കൊണ്ട് തന്നെ ബസ്സുകളെല്ലാം റോഡിൻ്റെ സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇറങ്ങി നമ്മൾ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. മഴ തോന്നുന്നത് ചെറുതായിട്ട് വെയിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം, റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ കുറച്ചൊക്കെ നിന്നൊക്കെയാണ് പോയത്, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ തോന്നിയിരിക്കുമ്പോഴല്ലേ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക്. അങ്ങനെ ഞങ്ങൾ വന്ന ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ സ്റ്റാൻഡിലേക്ക് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് നേരം ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് നടക്കുകയാണ്. പിന്നാലെയാണ് ഉമ്മച്ചി വന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു, എന്നാലും ഞങ്ങൾ വിചാരിച്ച ബസ് തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഈ വീഡിയോയിൽ മൊത്തം യാത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതും. സോറി ഗായ്സ്, ചില സ്ഥലത്തൊക്കെ നമ്മൾ എത്തുമ്പോഴേ പെട്ടെന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പം വീഡിയോ ഒക്കെ എടുക്കാനുള്ള ആ ഒരു ഇതൊന്നും നമ്മുടെ ഉള്ളിൽ വരത്തില്ല. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് നേരം നിൽക്കുമ്പോഴായിരിക്കുമല്ലോ അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളൊരു തോട്ട് വരാം. അങ്ങനെ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോ കാണുന്നവരിൽ പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പ്ലീസ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ മാക്സിമം ഷെയർ കൂടി ചെയ്താൽ അത് വലിയൊരു ഹെൽപ്പാവും. വീട്ടിൽ വന്നു, ഫ്രഷായി, വൈകുന്നേരം ആയപ്പോൾ ചായക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് തോന്നിയപ്പോഴാണ് ഫസ്റ്റ് മൈൻഡിൽ വന്നത് ഈ ഒരു നൂഡിൽസാണ് കേട്ടോ. ഇത് ടോപ്പ് രാമൻ ചിക്കൻ എന്ന് പറയുന്ന ഒരു നൂഡിൽസാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. പക്ഷേങ്കിൽ എനിക്ക് നമ്മുടെ മാഗി ഈപ്പിയൊക്കെ ആട്ടോ ഇഷ്ടം. വൈകുന്നേരം ഇതുപോലുള്ള എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ ഞാൻ നൈറ്റ് ആഹാരം കഴിക്കാറില്ല. എന്തോ എനിക്ക് അതത്ര ഇഷ്ടമുള്ള കാര്യമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ഒന്നും കഴിച്ചില്ല. ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ. അപ്പോൾ തലേന്ന് നല്ലതുപോലെ രാത്രി മഴ പെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ മുറ്റം കാണുമ്പം മനസ്സിലാവുന്നുണ്ടല്ലേ. മഴ മാത്രമല്ല നല്ലതുപോലെ കാറ്റും അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് ജാതിക്കയിൽ നിന്ന് കുറേ ജാതിക്ക തറയിൽ വീണു, കാറ്റടിച്ചിട്ട് വീണു. അതിൽ കുറച്ചൊക്കെ കിട്ടി, കുറച്ച് മീൻസ് ഒരു 2-3 എണ്ണം കയ്യിൽ കിട്ടി. ബാക്കിയൊന്നും ഞാൻ കണ്ടില്ല ഗായ്സ്.
പറയാൻ വിട്ടുപോയി, ഇതൊന്നും ഞാനല്ല കേട്ടോ എടുത്തത്, ഉമ്മച്ചിയാണ് ഈ രാവിലെ തന്നെ വീട്ടിൻ്റെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ വീണു, കാറ്റൊക്കെ അടിച്ച് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായോ എന്നൊക്കെ നോക്കുന്നത്. ഞാൻ ആ വഴിക്കേ പോവാറില്ല. എന്ത് ചെയ്യാൻ, ഉത്തരവാദിത്തം കുറച്ച് കുറവാണേ. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ മരസേട്ടൻ പെട്ടെന്ന് തന്നെ വന്നു. പിന്നെ ചേട്ടൻ ഒന്നും നോക്കിയില്ല, നല്ലതുപോലെ അങ്ങ് ആർത്തലച്ചു പെയ്തു. കിടിലമായിരുന്നു മഴ. അല്ലെങ്കിലും മഴ പെയ്യുന്നത് എനിക്ക് എന്നും വളരെ ഇഷ്ടമാണ്, കാരണം വീടിൻ്റെ പുറത്തിറങ്ങണ്ടല്ലോ. എന്നെപ്പോലെ ഇങ്ങനെ മടി പിടിച്ച കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. കാറ്റും മഴയും ഒന്ന് തോന്നപ്പോൾ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി. ഉമ്മച്ചി മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ വീണ്ടും ഒരു ജാതിക്ക തറയിൽ വീണ് കിടക്കുന്നുണ്ട്. 2 എണ്ണം, ഒന്നല്ല 2 എണ്ണം. അങ്ങനെ അത് രണ്ടും ഉമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, പോയി എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പോയി അത് എടുത്തു. അപ്പോൾ നല്ല ചെളിയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ക്ലീൻ ചെയ്ത് എടുത്തു. നല്ല മഴയും അതിനൊത്ത കാറ്റും ആയിരുന്നതുകൊണ്ട് ടെറസിലെങ്ങാനും ഇലകൾ കൊണ്ട് മൂടി വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കയറിയതാണ്. അന്നേരമാണ് 2-3 പേരൊക്കെ പറിക്കാൻ നിൽക്കുന്നത് കണ്ടത്. പിന്നെ അതും കൂടി പറിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. അപ്പോഴേക്കും ചെറുതായിട്ട് ഒന്ന് മഴയൊക്കെ ഒന്ന് മാറി, കാർമികമൊക്കെ ഒന്ന് മാറി, ആകാശമൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പേരയ്ക്കും പറിച്ച് ഇറങ്ങാമെന്നും കരുതി നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു മഴ കൊണ്ടങ്ങ് വന്നത്. പിന്നെ ഞങ്ങളങ്ങോട്ട് മാറി നിന്നു. കുറച്ച് നേരം മഴയൊക്കെ കണ്ട് അവിടെ ടെറസിൻ്റെ സൈഡിൽ തന്നെ നിന്നെങ്കിലും നമ്മുടെ അടുക്കള വശത്തെ വട്ടമരത്തിൽ ഒരു പക്ഷിയെ കണ്ടപ്പോൾ പിന്നെ അമ്മച്ചിക്ക് അപ്പം വീഡിയോ എടുക്കണം. എൻ്റെ അമ്മച്ചി അങ്ങനെയൊക്കെയാണ്, എന്തെങ്കിലും പക്ഷിയെ കാണുമ്പോൾ അപ്പം വീഡിയോ എടുക്കണം. അങ്ങനെ പക്ഷിയെ വീഡിയോ എടുക്കാൻ വേണ്ടി അമ്മച്ചി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ പക്ഷി അമ്മച്ചിയോട് സഹകരിച്ചില്ലെന്ന് മാത്രമല്ല, പക്ഷി ഉമ്മയെ കണ്ട ഭാവം പോലും കാണിച്ചിട്ടില്ല. വീഡിയോയിൽ അതൊട്ട് തെളിഞ്ഞതുമില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ ചൂട് കട്ടൻ ചായയും ചൂട് പഴംപൊരിയും കഴിക്കാനൊരു പൂതി. അങ്ങനെ പിന്നെ ഇരുന്ന ഏത്തപ്പഴമൊക്കെ എടുത്ത് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ പഴംപൊരി പൊരിച്ചെടുക്കുകയാണ്, കൂടെ നമ്മുടെ കട്ടൻ ചായയും. നല്ല മഴയും ചൂട് കട്ടൻ ചായയും. അല്ലെങ്കിലും മഴ ഒരു വികാരമാണല്ലോ അല്ലേ. കാർമിക കിട്ടക്കായിട്ടുള്ള ആകാശവും അതുപോലെ തന്നെ നമ്മുടെ പച്ചിലകളെല്ലാം നനയിപ്പിക്കുന്ന മഴയൊക്കെ കാണാനും അതിൻ്റെ ശബ്ദം കേൾക്കാനൊക്കെ ഒരു പ്രത്യേക രസമാണല്ലോ. ആ മഴ ആസ്വദിച്ചുകൊണ്ട് നല്ല ചൂട് കട്ടൻ ചായയും ചൂട് പഴംപൊരിയും കൂടി കഴിക്കുമ്പം സ്വർഗം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ നിൽക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻസ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് പറയാം. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.